പതിവ് പോലെ നമ്മൾ 4:30 എത്തിയിട്ടുണ്ട്. പ്ലാന്റ് സ്റ്റാർട്ടായി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗ്ലാസൊക്കെ മൊത്തം മഞ്ഞ് പിടിച്ചു. ഇനി ഇതൊന്ന് ക്ലിയർ ചെയ്യണം. നമ്മളിതാ ലോഡ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ടിലായിട്ടും സൈഡിലായിട്ടൊക്കെ വണ്ടിയൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ JCB ഇവിടെ ലോഡിങ്ങും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം നേരമൊക്കെ ഇതാ ചെറുതായിട്ട് വെളുത്ത് വരുന്നേ ഉള്ളൂ. രാവിലെ തന്നെ നമ്മുടെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ പേവർ വരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ മിക്സ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പേവറൊക്കെ വലിച്ചു. 2-3 വണ്ടികളൊക്കെ ഇതാ അവിടെ പെൻഡിങ്ങിലുണ്ട്. നമ്മുടെ 2 വണ്ടി ഇപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയും ലോഡിന് വെക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വിദ്യാനഗർ അണ്ടർപാസേജിന് അടുത്ത് വെച്ചാണ് കേട്ടോ. അത് എത്രത്തോളം താറിങ്ങനെ ചെയ്യണം, ദൂരെയായിട്ട് നമ്മുടെ ഫോട്ടോർ പിടിച്ച് നമുക്ക് കാണാം. ഇന്ന് അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പതിവിലും കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീത്താട്ടൻ്റെ ലോഡ് തട്ടിക്കഴിഞ്ഞു കേട്ടോ. മൂപ്പറ് നേരത്തെ വന്നിട്ടുണ്ട്. അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പേപ്പർ ഇതാ ഇവിടെ എത്തി ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആകാശമൊക്കെ നല്ല മനോഹരമായിട്ട് കിടക്കുന്നുണ്ട്. നല്ല റെഡിഷ് കളറായിട്ടാണുള്ളത്. നമ്മുടെ ടിപ്പർ മൊത്തം പൊങ്ങി ഈ പേറിലാണുള്ളത്. അപ്പോൾ അവസാന ലോഡും ടിപ്പറിലുള്ള ഇപ്പോൾ പേവറിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഒരടിയോളം പൊങ്ങിയിട്ടാണ് കേട്ടോ നമ്മുടെ ടിപ്പറിന്റെ ടയർ കിടക്കുന്നത്. പിറകിലായിട്ട് നമ്മുടെ മറ്റേ മിഷൻ വലിച്ചു വരുന്നുണ്ട്. ഇതിനി കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നമ്മുടെ അണ്ടർ പാസേജ് കഴിഞ്ഞ് അവിടെ വരെയാണ് ഈ ഒരു ഭാഗം ചെയ്യേണ്ടതുള്ളത്. അത് കഴിഞ്ഞ പാട് തന്നെ നമുക്കിതാ ഈ സൈഡും ഇതേപോലെ നായന്മാർമൂല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ പോയിട്ട് വീണ്ടും ചെയ്യണം. അപ്പോൾ ദൂരെയായിട്ട് നമ്മുടെ ടിപ്പറുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ക് ഇവിടെ പരിപാടികളെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതാ തിക്നെസ് ചെക്ക് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ റോഡിൻ്റെ തിക്നെസ് കറക്റ്റാണോ എന്നിങ്ങനെ ഇടയ്ക്കിടെ ചെക്ക് ചെയ്താണ് പോകുന്നത്. ഇപ്പം നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ റോഡിൻ്റെ ചൂട് താറിൻ്റെ ചൂടിൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ വെയിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആവും. നമ്മുടെ അടുത്ത ടിപ്പർ വെച്ചിട്ടുണ്ട്. ഇതേ ലോഡ് തട്ടി തുടങ്ങി കേട്ടോ. ഇപ്പൊ ലോഡിങ്ങനെ തട്ടി മെല്ലെ ടിപ്പർ വെക്കും തോറും നമ്മുടെ പേവർ ടിപ്പറിനെ തള്ളി കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ലെവലാക്കിയും വരും. 2 സൈഡിലും ഒരുപോലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ
മുട്ടായുമായിട്ട് വന്നിട്ടുണ്ട്. എന്താ പരിപാടി? ആരെ ബർത്ത്ഡേ? ഹാപ്പി ബർത്ത്ഡേ രാജ. അപ്പൊ നമ്മുടെ രാജയുടെ പിറന്നാളാണ് കേട്ടോ. എല്ലാവർക്കും സ്വീറ്റ്സ് നൽകിക്കൊണ്ട് രാജ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി ലോഡ് തട്ടി തുടങ്ങി കേട്ടോ. നമ്മുടെ രാജ എല്ലാവർക്കും സീറ്റ്സ് ഒക്കെ കൊടുത്ത് രാജയുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വണ്ടി ഇത് ലോഡ് തട്ടി തട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലോഡ് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമ്മുടെ ബിജുവാട്ടന്റെയും കണ്ണന്റെയും വണ്ടിയാണ് വെക്കേണ്ടത്. ലോഡ് തട്ടിക്കാനുണ്ട്. ഇനി വീണ്ടും പ്ലാന്റിൽ പോയി ലോഡ് എടുക്കണം. നമ്മള് നമ്മുടെ ഫസ്റ്റ് ലോഡ് തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഒരു ലോഡ് തട്ടി ഇറങ്ങുമ്പോഴേക്കും നേരമൊക്കെ ഇതാ വെളുത്തു തുടങ്ങി. ഇന്ന് നമ്മുടെ ശ്രീജേഷ് ചേട്ടന്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോ ആള് പറയാതെ വെച്ചതാണ്. പക്ഷെങ്കില് നമ്മുടെ ടീം മൊത്തം പൊക്കി, ഫേസ്ബുക്ക് ഒക്കെ നോക്കി പൊക്കി. ഇനിയിപ്പോ പാർട്ടി ഉണ്ടാവൂലേ? വൈകുന്നേരം എന്നാ സ്ഥിതി എന്നറിയില്ല. മിക്കവാറും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ എഫോബിത നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി ഇനിയിപ്പോ പോണം. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം വൺ സൈഡ് ഓടാനുണ്ട്. നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിനടുത്തതാ രാവിലെ ഇങ്ങനെയാണ് കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫ്ലൈ ഓവർ ഇങ്ങനെ നീണ്ട് വളഞ്ഞു കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ. ബൈപ്പാസ് ആണ് കാഞ്ഞങ്ങാടേക്ക്. അപ്പൊ നമ്മള് ഫ്ലൈ ഓവറിന്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈ ഓവറിന്റെ വർക്കേഴ്സ് ഒന്നും എത്തിയിട്ടില്ല. സമയം ഇവരുടെ ഡ്യൂട്ടി ടൈം 7:30. അപ്പൊ നമ്മളൊരു താറിങ്ങിന്റെ പരിപാടി ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങുന്നതാണ്. നമ്മൾ ഓടി ഓടി ഉപ്പള എത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഉപ്പള ഇപ്പോ ഈ ഏരിയയിലായിട്ടാണ് GSP ഒക്കെ ഇട്ട് റെഡിയാക്കേണ്ട സ്ഥലമുള്ളൂ. ബാക്കി എല്ലാ ഏരിയയും ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഉപ്പള ഫ്ലൈ ഓവറിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണിത്. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ താറിങ് ഒക്കെ നേരത്തെ ചെയ്തതാണ്. ഇനി ഈ സൈഡും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പള ഫ്ലൈ ഓവറിന്റെ മുകളിലുള്ള താറിങ്ങും കഴിഞ്ഞാൽ ഉപ്പള ഫ്ലൈ ഓവർ വഴി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള ഒരുക്കപ്പാടിലാണ് ഞങ്ങൾ. പരമാവധി സ്പീഡിൽ ഇപ്പോൾ വർക്ക് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കാസർഗോഡ് നിന്ന് വരുന്ന ആളുകള് ഹൊസങ്കടിയിലേക്ക് ഇതുവഴി കയറി പോവാൻ കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ റോങ് അടിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ തൽക്കാലം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഈ KSRTC ബസ് പോകുന്ന പോലെ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല. നേരെ ഇതുവഴി കടന്നു വരാം. ഹൊസങ്കടി പാലത്തിന്റെ മുകളിൽ നല്ല തിരക്കാണ്. ഇപ്പൊ ബസ്സൊക്കെ വന്ന് മൊത്തം ആളുകളൊക്കെ തടിച്ചു കൂടി. ഇങ്ങനെ കടന്നു പോവാൻ കേട്ടോ. നമ്മളിത് അടുത്ത ലോഡും കൊണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ട്രാക്ടർ ഉപയോഗിച്ച് ഇവിടെയൊക്കെയുള്ള പൊടിയൊക്കെ മാറ്റുകയാണ്. നമ്മുടെ വിദ്യാനഗർ കോളേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഫൈനൽ ലെവൽ താറിങ് തീരുന്നത്. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറുവശത്തായിട്ട് ചെയ്യണം.
നല്ല അടാറ് വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി തട്ടാൻ വേണ്ടി പോവാണ്. ഇവിടെ വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ ടാറിങ്. ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ വിദ്യാനഗർ അണ്ടർപാസൊക്കെ കഴിഞ്ഞു. കോളേജിൻ്റെ ഫ്രണ്ട് വരെ നമ്മുടെ ടാറിങ് ഉള്ളൂ. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തെ റോഡും നമ്മൾ ടാർ ചെയ്യണം. എമേഷൻ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എമേഷൻ വണ്ടി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടാറിങ്ങിന് മുമ്പ് അടിക്കുന്ന ഒരു തരം പശയാണ് കേട്ടോ. ഇതാ എമേഷൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു വണ്ടിയുടെ ലോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏരിയ കഴിയാറായി. ഇനി അടുത്ത ടാർ ചെയ്യേണ്ട ഏരിയ ആണ് ഇതാ ഈ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ എഡ്ജൊക്കെ JCB വന്ന് കട്ട് ചെയ്ത് അവിടെയുള്ള പൊടിയൊക്കെ നമ്മളിപ്പോൾ കംപ്രസർ ഉപയോഗിച്ച് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ലോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ലോഡൊക്കെ പോകണം. അടുത്ത ലോഡ് നമ്മുടെ പ്ലാന്റിലല്ല, വേറെ പ്ലാന്റിലാണ്. ഇവിടെയൊക്കെ മൊത്തം പരിപാടിയാണ് കേട്ടോ. എല്ലായിടത്തും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോഡ് തട്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് തട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വർക്കൊന്നും തുടങ്ങിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ മോർത്താന പ്ലാന്റിൽ താറ് തീർന്നു പോയ കാരണം നമ്മളിപ്പോൾ നമ്മുടെ നായിക്കാപ്പിലുള്ള പ്ലാന്റിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മോർത്താന പ്ലാന്റിൽ താറൊക്കെ വരണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നായിക്കാപ്പിൽ പ്ലാന്റ്. ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റിൻ്റെതും താറിൻ്റെ ഒക്കെ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ നായിക്കാപ്പിൽ പ്ലാന്റ്. ഇവിടെ ഇതാ സിമെൻറ്റിൽ ലോറിയൊക്കെ വന്ന് നമ്മുടെ സിമെൻറ്റിൻ്റെ പ്ലാന്റിലോട്ട് സിമെൻറ്റ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ താറിങ്ങിൻ്റെ പ്ലാന്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് ലോഡ് എടുക്കേണ്ടത്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. ദൂരെയായിട്ട് ഇതാ നമ്മുടെ ഇറ്റാച്ചി ടൈലറിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിതിനുണ്ട് കേട്ടോ, JCB ആയി വരുന്നത്. എടുത്തേക്കാ എടാ. ഇത് നമ്മുടെ നിതിന്, നമ്മുടെ JCB ഓപ്പറേറ്ററാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മൂപ്പറെന്തോ വർക്കിന് വേണ്ടി പോവാണ്. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മൾ നിതിൻ്റെ വണ്ടിയിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ വണ്ടി ലോഡാക്കാൻ കുറച്ച് സമയമെടുക്കും. നമ്മുടെ ബാക്കിലായിട്ട് നമ്മുടെ ഫ്രണ്ടിലായിട്ട് 2-3 വണ്ടി ക്യൂവിലാണ്. നമ്മുടെ പ്ലാന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഇറ്റാച്ച് ഇവിടുന്ന് ടൈലറിൽ കയറ്റിയിട്ടുണ്ട്. ഇതിന് സൈറ്റിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നിതിന് ഇവിടെ പിടുത്തം പെട്ട പണിയിലാണ്. നമ്മുടെ കോൺക്രീറ്റിന്റെ വണ്ടിയൊക്കെ ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് പുറപ്പെട്ടു. നമ്മുടെ ടൈലർ ഇതാ ഇറ്റാച്ചിനെയും കയറ്റി ഇങ്ങനെ പോവാണ്.
അപ്പോൾ നമ്മൾ പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഗേറ്റ് പാസ് ഇവിടെ ഏൽപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഗേറ്റ് പാസ് ഇവിടെ കൊടുത്ത് നമ്മൾ വീണ്ടും സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിമെന്റിന്റെ വണ്ടിയൊക്കെ ഇതാ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ റോഡ് നമ്മളിപ്പോ ടാറിങ് തുടങ്ങി. അപ്പോൾ വിദ്യാനഗറിന്ന് നായന്മാർമൂല ഭാഗത്തോട്ടാണ് ഇപ്പോൾ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ്. അപ്പം നമ്മുടെ പണി ഇവിടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ബിബിയാടൻ്റെ വണ്ടിയും ഇവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഏതാണ്ട് നല്ല ഹൈറ്റിലാണുള്ളത്. നമ്മുടെ സർവീസ് റോഡിൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ റോഡിങ്ങനെ വളഞ്ഞാണ് പോകുന്നത്. ഈ ലൈനൊക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹൈറ്റ് ഒരുപാട് ഹൈറ്റിലാണുള്ളത്. അപ്പം അതിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ ടാറിങ് കിടക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി തട്ടി ഇനി അടുത്ത് നമ്മുടെ വണ്ടി തട്ടണം. ഇപ്പോൾ വീണ്ടും നമ്മുടെ വണ്ടി തട്ടാൻ വേണ്ടി പോവാണ്. ഈ ഏരിയ ഒക്കെ നമ്മൾ ഇന്ന് രാവിലെ വലിച്ചു തീർത്ത റോഡാണ്. ഇതൊക്കെ ഫൈനൽ ലെവല് കംപ്ലീറ്റ് ആയ റോഡാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള ഏരിയയിലാണ് നമ്മളിപ്പോൾ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ അടുത്തായിട്ട് ഇതാ പണി നല്ല രീതിയിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാനഗർ കോളേജിൻ്റെ അടുത്തുള്ള DUPൻ്റെ അണ്ടർപാസിൻ്റെ അടുത്തുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ പേവർ വലിച്ചു തുടങ്ങി. മതിയായ ചൂടാണ്. ഈ ചൂടിലാണ് നമ്മുടെ വർക്കത്തൊക്കെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. താറിൻ്റെ ആവി ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരികയാണ് കേട്ടോ. നല്ല ചൂടുള്ള ആവി. അതിലാണ് നമ്മുടെ ടീമൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടാറിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഒരു വണ്ടി വന്ന് കിടപ്പുണ്ട്. ഇപ്പം മറ്റേ മുന്നിൽ പോകുന്ന പേവറിൽ ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളെ വണ്ടിയും ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെയായിട്ട് ചുട്ടുപഴുത്ത താറിൻ്റെ മുകളിൽ നിന്ന് പണിയെടുക്കുന്ന നമ്മുടെ വർക്കേജിനെ കാണാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ലോഡ് കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാണ്. സുഹൃത്തുക്കളെ, കാല് പൊള്ളിയിട്ടൊരു രക്ഷയില്ല. നല്ല ചൂടാണ്. അപ്പം നമ്മുടെ വീട്ടുകാരൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പം നമ്മളെ പരിപാടി കഴിഞ്ഞു. നമുക്ക് വീണ്ടും ലോഡ് എടുക്കണം. അപ്പോൾ നമ്മൾ പ്ലാന്റിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി സൈറ്റിൽ പോയി വർക്ക് ചെയ്ത് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ ടൈലറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ മെഷീനാണ് കേട്ടോ.
എങ്ങനെയാണ് നമ്മുടെ ടൈലറിൽ നിന്ന് ഹിറ്റാച്ചി ഇറക്കുന്നത്. നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇപ്പം മിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ നിർത്തിയ വണ്ടി കയറണം, അത് കഴിഞ്ഞ് നമ്മളെ വണ്ടി കയറണം. അതെ, ഞങ്ങൾ ലോഡുമായിട്ട് ഇപ്പോൾ ഏതാണ്ട് ചൗക്കി എത്താറായി. അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിലായിട്ട് കാണുന്ന നമ്മുടെ FOB നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ സേഫ്റ്റി കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു, ഓരോരോ ആളുകൾ കാര്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും അത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് NHI തരുന്ന ഡിസൈനിൽ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. ഈ സേഫ്റ്റീൻ്റെ കാര്യങ്ങൾ NHI ഏത് തരത്തിൽ ഡിസൈൻ മാറ്റിയാലും അത് NHI നമുക്ക് ഡിസൈനിൽ വ്യത്യാസം വരുത്തിയിട്ട് തരണം. അപ്പോൾ അതിൻ്റെ നീല കളർ പോലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ NHI തരുന്ന ഡിസൈനിൽ മാത്രമേ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ അത് NHI തന്നെ വിചാരിക്കണം. നമ്മൾ വേറെ ഒരു കരാറുകാർ മാത്രമാണ്. അപ്പം നമ്മൾ ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലോഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സൈറ്റിൽ ഇനി എത്രത്തോളം വർക്ക് ബാലൻസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഏതാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPCRI കഴിഞ്ഞു. അപ്പം നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ വന്നതാണ്. അപ്പം നമ്മുടെ റെഡി മിക്സ് വണ്ടികളൊക്കെ ഇപ്പോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തലപ്പാടി ടോൾ പ്ലാസൻ്റെ അടുത്തായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ പമ്പിൽ നിന്ന് ഡീസലൊക്കെ അടിച്ച് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ ശ്രീജേട്ടൻ വന്നിട്ടില്ല. മൂപ്പറ് നമ്മുടെ എണ്ണയുടെ കണക്ക് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതൊക്കെ കർണാടക ഭാഗത്തേക്കുള്ള ബസ്സാണ്. അപ്പോൾ തലപ്പാടി ടോൾ പ്ലാസയുടെ അടുത്ത് നിന്ന് ഉള്ളിൽ ഗ്രാമങ്ങളിലോട്ട് ഇതുപോലുള്ള ബസ്സിലാണ് പോകുന്നത്. എന്താ എണ്ണ അടിച്ചല്ലേ, അധികം അടിച്ച് റെഡി ചെയ്യാനോ അടിച്ചത്. നമ്മൾ എണ്ണയൊക്കെ അടിച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ അടിച്ച് നമ്മുടെ GSP സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ താറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇന്നത്തെ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് GSP എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ GSP സ്റ്റോക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോഡർ ഇവിടുന്ന് ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ താറിങ് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ താറിങ്ങിന് പോയ എല്ലാ വണ്ടിയും നേരെയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുമാരനത നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മളെ വണ്ടിക്കകത്തിപ്പോൾ GSB ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ആശാൻ സുനിയേട്ടനിതാ ലോഡർ കൊണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലോഡാണ് കേട്ടോ ഇത്. ബേക്ക് തട്ടിയതാ. വലിയ പോലീസെല്ലാം ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട്. സിറിയ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് GSP തട്ടാൻ വേണ്ടി വന്നത്. ഇനിയിപ്പോൾ ഉപ്പളയും അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ വർക്ക് GSPയുടെ ഡെവലപ്മെൻറ്റ് നടക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ വണ്ടിയുടെ അവസാന ലോഡ് ഇതാ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയയാണ് ഇനിയിപ്പോൾ വർക്ക് തീരേണ്ട സ്ഥലം.
അപ്പോൾ നമ്മുടെ ചെറിയ പഴയ പാലം ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ റോഡിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഭാഗം മാത്രമേ ഇനി വർക്ക് തീരേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത വെച്ച് തുടങ്ങി. പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണി കഴിഞ്ഞു. നമ്മൾ റൂമിലേക്ക്, നമ്മുടെ സൈറ്റിലേക്ക് പോവാണ്.